ഗുരുവായൂരിന് പുറമെ തൃപ്രയാർ ക്ഷേത്രത്തിലും പ്രധാനമന്ത്രി ദർശനം നടത്തി. ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടായ മീനൂട്ട് നടത്തിയ പ്രധാനമന്ത്രി 1 മണിക്കൂറിലേറെ നേരം ക്ഷേത്രത്തിൽ ചെലവഴിച്ചാണ് മടങ്ങിയത്. എം.എസ്. അനീഷ് കുമാറിന്റെ റിപ്പോർട്ട് കാണാം. ക്ഷേത്രത്തിലെത്തിയ പ്രധാനമന്ത്രി ആദ്യം എത്തിയത് ഗോശാലയിലാണ്. ഇവിടെ വന്ന് അദ്ദേഹം ഗോശാലയിൽ ദർശനം നടത്തി. അവിടെ എന്താണ് പിന്നെ ചെയ്തതെന്ന് നമുക്ക് പ്രസിഡന്റിനോട് തന്നെ ചോദിക്കാം. ഇവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാട് നെയ്യാണ്. അദ്ദേഹം ഇവിടെ നെയ്യ് അർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതിന് ശേഷമാണ് അദ്ദേഹം ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട് മീനൂട്ടാണ്. ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട് മീനൂട്ടിനായി അദ്ദേഹം കടവിൽ പോവുകയും അവിടെ മീനൂട്ട് കഴിച്ചതിന് ശേഷം ക്ഷേത്രത്തിനകത്ത് ദർശനം നടത്തുകയാണ് ഉണ്ടായത്. ക്ഷേത്രത്തിനകത്ത് അദ്ദേഹത്തിന്റെ പേരിൽ തന്നെ 2 പുഷ്പാഞ്ജലികളുണ്ടായിരുന്നു. അത് നടത്തുകയും അതിനുശേഷം തെക്കേ ഭാഗത്തുള്ള ശാസ്താവിന്റെ ക്ഷേത്രത്തിലും ദർശനം നടത്തിയതിന് ശേഷമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കൾച്ചറൽ പ്രോഗ്രാംസ് അദ്ദേഹം കാണുവാൻ വേണ്ടി എത്തിയത്. പ്രധാനപ്പെട്ട കൾച്ചറൽ പ്രോഗ്രാംസ് അറേഞ്ച് ചെയ്തിരുന്നത് ഇന്ദിരാഗാന്ധി സെന്റർ ഫോർ നാഷണൽ ആർട്സ്. അവരാണ് പ്രോഗ്രാംസ് അറേഞ്ച് ചെയ്തത്. അതിൽ തൃശ്ശൂരിലെ ബ്രഹ്മസം മഠത്തിലെ 20ഓളം കുട്ടികൾ, ചെറിയ കുട്ടികളാണ്, 5 വയസ്സ് മുതൽ 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾ. അവരുടെ വേദിക് ചാൻഡിംഗ് ആണ്. അതൊരു 10 മിനിറ്റോളം വേദിക് ചാൻഡിംഗ് അദ്ദേഹം കേൾക്കുകയും അതിനുശേഷം തുഞ്ചത്തെഴുത്തച്ഛന്റെ ആധ്യാത്മിക രാമായണം അത് പാരായണം അതിനും അദ്ദേഹം അറ്റൻഡ് ചെയ്യുകയും അവസാനം 2 ഭജന അതും അതിന്റെ ഭാഗമായിട്ട് കൾച്ചറൽ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടുണ്ടായെന്നാണ്. ഇത് രണ്ടും അദ്ദേഹം ആസ്വദിക്കുകയും അതിലെ കലാകാരന്മാരെയും അതുപോലെ തന്നെ വേദമന്ത്രങ്ങൾ ഉരുക്കഴിച്ച കുട്ടികളെയും അദ്ദേഹം അനുമോദിക്കുകയും അവർക്ക് പുരസ്കാരങ്ങൾ നൽകുകയും ചെയ്തു. അതിനുശേഷമാണ് അദ്ദേഹം ക്ഷേത്രത്തിന്റെ തന്ത്രിയെ ആദരിക്കുകയും അദ്ദേഹത്തിന് പുരസ്കാരം നൽകുകയും ചെയ്തത്. ക്ഷേത്ര ദർശനത്തിനെത്തിയാൽ ആദ്യം നടത്തുന്നത് ഗോശാലയിലെ ദർശനവും അവിടുത്തെ അഭിഷേകവുമാണ്. അതിനുശേഷം പിന്നീട് ഈ വഴിയിൽ കൂടെയാണ് പ്രധാനമന്ത്രി മുന്നോട്ട് പോയത്. സാധാരണഗതിയിൽ ഗോശാല ദർശനവും മീനൂട്ടും കഴിഞ്ഞ ശേഷമാണ് ക്ഷേത്ര ദർശനത്തിനായി ആളുകൾ സാധാരണഗതിയിൽ പോവുക. അതാണ് ഇവിടുത്തെ ചിട്ട. എന്തായാലും ആ ക്രമമനുസരിച്ച് ഈ വഴിയിലൂടെ അദ്ദേഹം പോവുകയും ഈ ക്ഷേത്രത്തിന് എതിർവശമുള്ള അല്ലെങ്കിൽ ക്ഷേത്രത്തിനോട് തന്നെ ചേർന്ന ഇടത്തുള്ള മീനൂട്ടാണ് അദ്ദേഹം നടത്തിയത്. ഗോശാലയിൽ ദർശനം പൂർത്തിയാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരെ വന്നത് ക്ഷേത്രത്തിന്റെ മുൻവശം തന്നെയുള്ള ഈ പുഴയ്ക്ക് സമീപത്തുള്ള മീനൂട്ടിലേക്കാണ്. ഇത്തരത്തിൽ അദ്ദേഹം ഈ പടവുകളിൽ നിന്നാണ് താഴേക്ക് ഭക്ഷണം നൽകുകയും മീനുകൾ ആ ഭക്ഷണം കഴിക്കുകയും ചെയ്തത്. ഈ ക്ഷേത്രത്തിൽ മീനൂട്ട് വഴിപാട് നടത്തിയാൽ വലിയ പുണ്യം ലഭിക്കും, അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടക്കും, രോഗപീഠകൾ മാറും എന്നൊക്കെയാണ് വിശ്വാസം. ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടുകളിൽ ഒന്നാണ് മീനൂട്ടും. എന്തായാലും മീനൂട്ട് നടത്തിയ ശേഷമാണ് പ്രധാനമന്ത്രി ദർശനത്തിനായി അകത്തേക്ക് പോയത്. മീനൂട്ട് പൂർത്തിയാക്കിയ ശേഷം പ്രധാനമന്ത്രി ഇതുവഴിയാണ് ക്ഷേത്രത്തിന്റെ ഉള്ളിലേക്ക് കടന്നത്. വളരെ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ക്ഷേത്രത്തിലെത്തി അദ്ദേഹം 2 പുഷ്പാഞ്ജലികൾ കഴിപ്പിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ തന്നെ പേരിലാണ് 2 പുഷ്പാഞ്ജലികളും കഴിപ്പിച്ചത്. മീനൂട്ട് കഴിഞ്ഞാൽ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടുകളിൽ ഒന്നാണ് വെടിവഴിപാട്.
സാധാരണഗതിയിൽ ഓരോ പൂജാ സമയത്തും വെടിവഴിപാട് നടക്കുന്നു എങ്കിലും പ്രധാനമന്ത്രി എത്തുന്ന സാഹചര്യത്തിൽ ഇന്നലെ മുതൽ വെടിവഴിപാട് നിർത്തിവച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഇന്നും പ്രധാനമന്ത്രി സന്ദർശനം നടത്തിയപ്പോൾ അല്ലെങ്കിൽ അദ്ദേഹം അകത്ത് പൂജാവിധികൾ സമർപ്പിച്ചപ്പോൾ ആചാരവെടി മാത്രം ഇന്നും മുഴങ്ങി. എന്തായാലും ആചാരവെടിക്ക് മാറ്റമില്ലാതെ നടന്നു എന്നാണ് ദേവസ്വം വ്യക്തമാക്കുന്നത്. ശ്രീരാമ ഭഗവാന് മുന്നിൽ ദർശനം നടത്തിയ ശേഷമാണ് അദ്ദേഹം പുറത്തേക്കിറങ്ങുകയും പിന്നീട് ക്ഷേത്രത്തിന്റെ തെക്ക് വശത്തുള്ള ശാസ്താവിന്റെ നടയിൽ പ്രാർത്ഥനകൾ നടത്തിയത്. ക്ഷേത്രത്തിനുള്ളിലെ ദർശനവും വഴിപാടുകളും പൂർത്തിയാക്കിയ ശേഷമാണ് അദ്ദേഹത്തിനായി പ്രത്യേകം തയ്യാറാക്കിയ പരിപാടികൾ കാണുന്നതിനായി എത്തിയിരുന്നത്. കൊച്ചുകുട്ടികൾ അവതരിപ്പിച്ച വേദാർച്ചനയും ഭജനയിലും അദ്ദേഹം പങ്കെടുത്തു. ഒപ്പം അദ്ദേഹത്തിനായി ആധ്യാത്മിക രാമായണം വായിക്കുന്ന ചടങ്ങും ഉണ്ടായിരുന്നു. എന്തായാലും അദ്ദേഹം ഏറെ നേരം ഇവിടെ ചെലവഴിച്ച് കുട്ടികൾ നടത്തിയ വേദാർച്ചന ആസ്വദിക്കുകയും ചെയ്തു. ഒപ്പം കുട്ടികളെ വേദാർച്ചന നടത്തിയ കുട്ടികളെ ആദരിക്കുകയും ചെയ്ത ശേഷമാണ് പ്രധാനമന്ത്രി മടങ്ങിയത്. എന്തായാലും ഏറെ നേരം അദ്ദേഹം വളരെ ക്ഷമയോടുകൂടി അവരുടെ പരിപാടികൾ കണ്ടിരുന്നു എന്നാണ് ദേവസ്വം വ്യക്തമാക്കുന്നത്. ഒരു മണിക്കൂറാണ് പ്രധാനമന്ത്രി ക്ഷേത്രത്തിൽ ചെലവഴിച്ചത്. പ്രധാനമന്ത്രി ക്ഷേത്രത്തിൽ എത്തിയതോടെ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ പരിപാടികളിലും വികസന പദ്ധതികളിലും വലിയ കുതിച്ചുചാട്ടം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. തൃപ്രയാഗ് ക്ഷേത്രത്തിൽ നിന്നും ക്യാമറമാൻ ശ്രീജിത്ത് കല്ലുമുട്ടിക്കൊപ്പം MS അനീഷ് കുമാർ, ന്യൂസ് 18.